നമുക്കെല്ലാം വെൽക്കം ബാക്ക് ടു കോക്കേഴ്സ് എന്റർടൈൻമെന്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇന്ന് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ എന്നോട് കൂടിയുള്ളത് കോക്കേഴ്സ് ഫിലിമിന്റെ എല്ലാമായ സിയാദ് കോക്കറാണ്. നമസ്കാരം സർ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, അപ്പോ എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമ എന്ന വിഷയത്തെ കുറിച്ചാണ്. സിനിമ എന്ന വിഷയത്തെ കുറിച്ച് ആ ഒരു സ്ട്രീം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫിലിമിന്റെ നമ്മൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. സിനിമയും ലഹരിയും ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ആദ്യം ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സിനിമയാണ് പലപ്പോഴും ലഹരി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ആക്ച്വലി സിനിമയ്ക്കുള്ളിൽ ലഹരി ആയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാതെ അങ്ങ് സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന പാർട്ട് എന്ന് പറയുന്നത്. സിനിമയ്ക്ക് പുറത്തുണ്ട്, സൊസൈറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്കിലും സിനിമയിലേക്ക് ആ ഒരു ലഹരി പിടിമുറുക്കുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ സാറിന് എന്താ പറയാനുള്ളത്? ഇതിൽ എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത്, നാച്ചുറലി നിങ്ങൾ പറഞ്ഞ മാതിരി സോഷ്യൽ ഒരു ലെവലിൽ തന്നെ ലഹരിയുടെ ഒരു ഉപയോഗം വളരെ കൂടുതലായിട്ട് വന്നിരിക്കുന്നു. പിന്നെ ഇതൊരു ഗ്ലാമറസ് ഫീൽഡ് ആയതുകൊണ്ട് നാച്ചുറലി ഇതിൽ ഏതെങ്കിലും ആക്ടേഴ്സോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസോ ഉപയോഗിക്കുമ്പോൾ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, ഇപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ, രണ്ട് ആക്ടേഴ്സിന്റെ കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള കുറെ ആൾക്കാർ ഇനിയും ഇതിൽ വരേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു പ്രൊഫഷണലായിട്ട് കാണാത്ത ഒരു കാഴ്ചപ്പാടുള്ളവരാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇതൊരു കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, വെദർ ഇറ്റ് ഈസ് ബിഗ് ഓർ നോട്ട്, അത് പറയണ കാര്യമില്ല, കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രൊഡക്ഷൻ രീതിയിൽ ഒരു മിനിമം 5 to 6 crores ഇൻവെസ്റ്റ് ചെയ്താലേ ആ പടം സിനിമയായിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ അതിൻ്റെ ഒരു ഗൗരവമില്ലായ്മ ആണ് ഇപ്പൊ ഈ പ്രതിഫലിക്കുന്നത്. ഇന്ന് തീർച്ചയായിട്ടും സിനിമയിൽ എൻ്റെ അറിവനുസരിച്ചിട്ട് ധാരാളം ആളുകൾ ഈ ലഹരി യൂസ് ചെയ്യുന്നു. അത് കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആക്ടേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാം തന്നെ ഇതിൽ ഒരു പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിൽ ഞാൻ ഉദാഹരണമായിട്ട് പറയുന്ന ഒരു കാര്യം, സാമ്പത്തികമായിട്ടുള്ള ഇത് കണക്ട് ചെയ്തല്ലേ, ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇത് വളരെ വില കൂടുതലുള്ള കാര്യങ്ങളാണ് ഇത് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലെവലിൽ അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, അതിന് ഇത്രയും കോസ്റ്റ്ലി അല്ല. പക്ഷെ കെമിക്കൽ ലെവലിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അഫയറാണ്. അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോൾ അർഹതയില്ലാത്ത പണം കയ്യിൽ വന്നു ചേരുക, ഒരു ആക്ടറിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ആക്ട്രസിനെ ഉദ്ദേശിച്ചാണെങ്കിലും മറ്റുള്ള ഏത് വിഭാഗത്തിനെ ഉദ്ദേശിച്ചിട്ടും വേർപ്പില്ലാതെ ഒരു സമ്പാദ്യം അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് എമൗണ്ട്, അത് ഒരു എന്താ പറയുക, ഇതൊന്നും മേടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് സാധാരണക്കാരനെ ഉദ്ദേശിച്ചിട്ട് ഇത് ഇത് മേടിക്കണമെന്നെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. അതിന് പല മാർഗങ്ങൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരും. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചിലപ്പം ഇതങ്ങനെയല്ല കാണുന്നത്. ഇത് സുഖലോഭത്തിന്റെ വേറൊരു ഭാഗമായിട്ടാണ് ഇത് ഇവര് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം അവർ മറന്നു പോകുന്നു, അതായത് ഒരു സീനിൽ അഭിനയിക്കുമ്പോഴത്തേക്കും അഭിനേതാവിന് ഇതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് അവർ മറന്നുപോകും. ബിക്കോസ് എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുത്താൽ മതി എന്നുള്ള കാഴ്ചപ്പാടുള്ള ഡയറക്ടേഴ്സിനെയോ പ്രൊഡ്യൂസറിനോ ഉദ്ദേശിച്ചിട്ട് ചിലപ്പം ഇതല്ലായിരിക്കാം. ബിക്കോസ് ഈ പെർഫോമൻസ് വൈസ് ജനം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമകൾ ഇല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് കാര്യമില്ല എന്ന് അവർ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഒരു ആൻസറും ഇല്ല. അപ്പം ഇതിൽ ഇത്രയേ ഉള്ളൂ, അർഹത ഇല്ലാത്ത പൈസ അവരുടെ കയ്യിൽ വന്നു ചേരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ചെലവാക്കി ഇതിനൊക്കെ വേണ്ടി കണ്ടെത്തി ആ സുഖലോഭത്തിൽ വന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യവും കൂടിയാണ്. അത് തിരിച്ചറിവില്ലാതെ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇതിലൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ
ഒരു സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്കറിയാം, അതായത് ആരൊക്കെയാണ് ഇതിൽ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്. ഇത് തുടക്കത്തിലേ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ചാർട്ടിങ് ആയിട്ട് നമ്മളൊരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ചില നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കാം, പക്ഷെ അദ്ദേഹം മദ്യപാനിയായിരിക്കാം, ആ മദ്യപിച്ചിട്ടേ സെറ്റിൽ വരുള്ളൂ എന്നൊക്കെയുള്ള അറിവോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെയൊക്കെ അവോയ്ഡ് ചെയ്യും. ഇത് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ഇന്നത്തെ കാലഘട്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ മാറ്റി നിർത്താനുള്ള റൈറ്റ് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. റൈറ്റ് പൈസക്ക് വിലയുള്ളത് കൊണ്ടിട്ടാണ് മാറ്റി നിർത്തുന്നത്. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ എവിടെന്നെങ്കിലും അക്യുമുലേറ്റ് ചെയ്യുന്ന പൈസ വെച്ചിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിനെപ്പറ്റി ബോധ്യമുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി അവെയർ ആവുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വേണ്ട എന്ന് തീരുമാനിക്കാൻ റൈറ്റ് ഞങ്ങൾക്കില്ലേ? അത് ഒരു തൊഴിൽ നിഷേധമോ അല്ലാതെ മറ്റുള്ള വിധത്തിലുള്ള കാര്യങ്ങളോ അല്ല. ഇവരെ വെച്ച് ഒരു സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് നോർമൽ അല്ല എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈഷുഡായി. അപ്പൊ ഒരു കാര്യമില്ല. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് മീഡിയാസിന്റെ അടുത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാരി പറയണം. അല്ലാതെ ഇപ്പൊ ഈ വന്നിരിക്കുന്ന മാതിരി ഇപ്പൊ എത്രയോ ബിഗ് സൊസൈറ്റീസ് പോട്ടെ, ലോവർ സൊസൈറ്റീസ്, ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർ അവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാണ് ലഹരി എന്ന് പറയുന്നത്. ഇന്നത്തെ യങ് ജനറേഷനെ ഉദ്ദേശിച്ചിട്ട് ലഹരി ഒരു ആഡംബരമാണ്. അല്ലാതെ ഞാൻ ആൾഡസ് ഹക്സ്ലി എന്ന് പറയുന്ന ഒരു ഫിലോസഫറുണ്ട്, പുള്ളിയുടെ ബുക്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ സെൽസ് ഡെവലപ്പ് ചെയ്യുകയും ഐസൈറ്റും ഹിയറിംഗ് സെൻസൊക്കെ കൂടും എന്ന് പറയുന്നുണ്ട്. സെയിം ടൈം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഒറിജിനൽ സൈറ്റും ഹിയറിങ്ങും. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് കൊണ്ട് നിങ്ങളത് ഉപയോഗിക്കാൻ ഇല്ലാത്തവരല്ലേ ഇതിനെ പോകേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ അപകടം ആരും മനസ്സിലാക്കും. പുറമോടിക്ക് വേണ്ടി ഒരു ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഉപകരണം കൂടിയായി മാറുകയാണ്. തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെയൊക്കെ ഒരു അപകടം വേറെ വലിയ ലെവലിലാണ് സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും പോലീസിനെ കുറ്റം പറയില്ല. ബിക്കോസ് ഈ നമ്മൾ പറയില്ലേ അപ്ഗ്രഡേഷൻ ഓഫ് എവറിത്തിങ്, ഇന്ന് വരുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പുതിയ നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ അത് അറിയണം. അത് അറിഞ്ഞ് കഴിഞ്ഞാലേ അതിനെപ്പറ്റി പറയാൻ സംസാരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടും ഇന്നും ഈ കണ്ടെത്തുന്ന ഇപ്പൊ അടുത്ത ഒരു കേസിൽ ഒരാള് പ്രതിയായിട്ടുള്ള ഒരു സിനിമാ നടൻ പ്രതിയായിട്ടുള്ള ഒരു ബ്രൗൺ ഷുഗറോ ഹീറോയിൻ എന്തോ പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു കേസ് തെളിവില്ലാതെ കോടതി തള്ളിക്കളഞ്ഞു എന്ന് വലിയ വാർത്തയിൽ വന്നു. എന്നുവെച്ചാൽ ഇത് ഒരു തൊണ്ടി സാധനം എങ്ങനെ സൂക്ഷിക്കണം എന്ന് പോലീസിന് അവയർനെസ് ഇല്ല. പിന്നെ അതിന് ഇതായിട്ട് പറയുന്ന അങ്ങനെ വരുമ്പോഴത്തേക്കും അവര് ഇത് സൈഡ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് ഇത് ഒരു തൊണ്ടി മുതൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ചിലപ്പോൾ ഇത് വേപ്പറായി പോയിട്ടുണ്ടാകാം, കെമിക്കലാണ്. അപ്പൊ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുണ്ടാവില്ല. നിയമ സംവിധാനങ്ങൾ മുതൽ നമുക്ക് മാറ്റങ്ങൾ ആവശ്യമാണ്. ശരിക്കും നിയമ സംവിധാനങ്ങൾ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ വളരെ എനിക്ക് ഏറ്റവും പുച്ഛമായിട്ട് ഞാൻ കാണുന്നത് ഈ പറയുന്ന കെമിക്കൽസ് എന്ന് പറയുന്ന സംഭവങ്ങൾ അല്ലെ രാസലഹരി എന്ന് പറയുന്ന സാധനങ്ങൾ ഇത്ര കണ്ട് നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം. അത്ര ലളിതമാണ് ഇതിന്റെ നിയമം. പിന്നെ എന്തുകൊണ്ട് ഞാൻ പേടിക്കണം? വലിയ ക്വാണ്ടിറ്റി കൊണ്ട് നടക്കാൻ പറ്റുമോ? നമ്മൾ വിൽക്കാനല്ലോ കൊണ്ട് നടക്കണം, സ്വയം ഉപയോഗത്തിന്. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റി കയ്യിൽ വെച്ചാൽ പ്രശ്നമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ മുഴുവനും ഇതിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. ശരിക്കും പറയാം ആ ധൈര്യം അതപ്പം ചെയ്താൽ ഇതില് ഒന്നും വരാനില്ല. ഒരു ബൈക്കിൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആക്സിഡന്റ് ആകും എന്ന് കണ്ടാലല്ലേ സ്പീഡ് കുറക്കേണ്ട കാര്യമുള്ളൂ. ആക്സിഡന്റ് ആയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഞാൻ ലാളിച്ചു കൊണ്ടു നടക്കുന്ന ഈ ബൈക്ക് അപകടത്തിൽ നശിച്ചു പോവാം. ഇതൊക്കെ അവയർനെസ് ഉള്ളതുമാതിരി തന്നെ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും ഇതില് പോലീസോ എക്സൈസോ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം കിട്ടൂല എന്നുള്ള വ്യവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
എല്ലാവരും ഭയപ്പെടും. ആ ഒരു കാര്യമുണ്ട്. രണ്ടാമത് എനിക്ക് സോഷ്യലായിട്ട് ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേ അതും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ ഇത് കംപ്ലീഷൻ ആവുള്ളൂ. ബിക്കോസ് സോഷ്യലായിട്ട് ഇത് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ഇപ്പോൾ പല കേസുകളും നമ്മൾ കുറച്ച് നാളുകളായിട്ട് എല്ലാ മീഡിയയും കവർ ചെയ്യുന്നു, പേപ്പറുകൾ കവർ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും വരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് പാരൻസിനെയാണ് അവെയർ ആക്കേണ്ടത്. അല്ലാതെ കുറേ ദൃഢപ്രതിജ്ഞയും ആൾക്കാർ നീണ്ടു നിന്ന് പന്തം കൊളുത്തി മറ്റേ രാത്രിയിൽ ജാഥ നടത്തിയിട്ടോ ഒരു പ്രതിജ്ഞ നടത്തിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഇന്നത്തെ ജനറേഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ യങ് ജനറേഷൻ ഈ സബ്ജക്റ്റുമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇന്ന് എല്ലാ സ്ഥലത്തും തന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ബിക്കോസ് ഇന്ന് ഹൈ ലെവലിൽ നടക്കുന്ന എക്സിക്യൂട്ടീവ്സ് കംപ്ലീറ്റ് അവരുടെ കമ്പനി തന്നെ അവർക്കൊരു സെഷൻ കൊടുക്കും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അത് ഇയർലി വൺസ് ആയിരിക്കും. ബിക്കോസ് ഇവരുടെ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം അവരുടെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി നശിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നാച്ചുറലി അവർക്ക് ആ കമ്പനി കൂടുതൽ ഇവരെ തേജസ് ആക്കാനായിട്ട് ഒരു പോളിഷ് ചെയ്ത് അവരെ കൗൺസിലിംഗ് കൂടെ. അപ്പൊ ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത് ഇത് ഭ്രാന്തന്മാരുടെ ചികിത്സയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. തെറ്റാണത്. അപ്പൊ അത് കൗൺസിലിംഗ് സ്റ്റാർട്ടിങ് ഫ്രം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ വികൃതി കൂടി കാണിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത, ഇത് എന്തുകൊണ്ട് അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്ന സംഭവങ്ങളിൽ പാരൻസിനെ കൗൺസിൽ ചെയ്ത് എന്താണ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേമാതിരി തന്നെയാണ്, അതേ തൂക്കത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ആൺകുട്ടികളായും പെൺകുട്ടികളായും എല്ലാവരും തന്നെ. സിനിമയിലുള്ളതിന് വലിയൊരു ഗ്ലാമർ പരിവേഷം കിട്ടി അതൊരു ന്യൂസായി വരുന്നു എന്നുള്ള സത്യമുണ്ട്. പക്ഷെ അല്ലാതെ സഫർ ചെയ്യുന്ന എത്രയോ പേരുണ്ട്, എത്രയോ ഫാമിലികളുണ്ട്. ആരും അതിലേക്ക് കണ്ണ് ഓടിക്കുന്നില്ല. അപ്പൊ ഇത് ഈ സിനിമയിലെ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ ഇത് കമ്പയർ ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാലേ ഇതൊരു കംപ്ലീഷൻ ആവുള്ളൂ, ഈ സംസാരം ഒരു കംപ്ലീഷൻ ആവുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് സിനിമയിൽ ഇതിൽ ഒരു ഡെഡിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ സിനിമയിൽ വർക്ക് ചെയ്യാതിരിക്കുക. അവർക്ക് അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട്, അവരുടെ സ്റ്റാർഡം അനുസരിച്ചിട്ട് അവർക്ക് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുക. അവരുടെ ജീവിതത്തിൽ നാളെ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ഞങ്ങൾക്ക് വരണം എന്ന്, എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇതിനൊരു സമ്പാദ്യശീലം ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ മിസ്യൂസ് ചെയ്യും. ആ മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ട് അത് സിനിമയിലായി എന്ന് പറയുമ്പോഴത്തേക്കും അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലല്ല, ലോകത്ത് എല്ലായിടത്തും ഇവിടെ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, പിന്നെ പ്രത്യേകിച്ച് സിനിമയെ പറ്റി പറയുമ്പോൾ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സും ആദ്യം അവെയർ ആവേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത്. നമ്മുടെ ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പൊ അവർക്ക് നമ്മുടെ ടൈം ഓഫ് വർക്കും ഇതും വെച്ചിട്ട് ഇത് പ്രാക്ടിക്കലാണോ ഇല്ലയെന്ന് അവരാദ്യം തിരിച്ചറിയണം. ഞാൻ പ്രൊഡ്യൂസറിലേ തുടങ്ങുള്ളൂ. പ്രൊഡ്യൂസറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. അതെ, ഇൻവെസ്റ്റേഴ്സ് അവനാണ്. പിന്നെ ഇതിലൊരു കലാകാരനില്ലാത്തവരാരും പ്രൊഡ്യൂസർ ആവില്ല, എനിക്ക് ഷുവറാണ് ആ കാര്യം. കലയിലൂടെ എന്തെങ്കിലും താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേട്ടാൽ ആസ്വദിക്കാൻ കഴിവില്ലാത്തവർ വരികൾ എഴുതി വരുമ്പോഴത്തേക്കും ആ വരികൾക്ക് ലിറിക്കൽ ബ്യൂട്ടി ഉണ്ടോ, അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ സുഖമുണ്ടോ എന്ന് തീരുമാനിക്കപ്പെടേണ്ട ഒരാളാണ് പ്രൊഡ്യൂസർ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ ഉള്ളവർ ആദ്യം അവെയർ ആവണം. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്റർടൈൻ ചെയ്യണോ വേണ്ടയോ. അപ്പൊ അതിന് ധൈര്യം കാണിക്കാതെ എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുത്താൽ മതി എന്ന് പറയുന്നവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് ഞാൻ പറയും. അല്ലാതെ അത് ഒരു ഡയറക്ടറിനെ ഉദ്ദേശിച്ചിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. ആ പ്രോജക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇനി ആ സിനിമ നടന്നോട്ടെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അത് കണ്ടില്ല എന്ന് വാക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു, അതിനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു സിൻസിയർ അല്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിൻസിയർ അപ്രോച്ച് അല്ല. അപ്പൊ ആ ഡയറക്ടറിന് മനസ്സിലാവും. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഷോട്ട് എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സീൻ അഭിനയിക്കുമ്പോഴത്തേക്കും ഇവർ നോർമൽ ആയിട്ടുള്ള, ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യമാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കുറച്ച് വേറെ ലെവലിലാണ് അഭിനയിക്കുന്നത്. അവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് അവർ കൺട്രോൾ ചെയ്യുന്നില്ല? അല്ലാതെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം നാച്ചുറലി പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ് ആയിട്ടും,
പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഇപ്പോഴും പറഞ്ഞു, അതായത് നമുക്ക് പറ്റാതെ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പൊ സംഘടനയിൽ എന്ത് സംസാരിക്കും, ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉദ്ദേശിച്ചിട്ട് ഈ രണ്ട് ഇഷ്യൂവിൽ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് എന്താണ് സംഘടനയുടെ നടപടി. സംഘടനയുടെ നടപടി തീർച്ചയായും എന്നെപ്പോലുള്ള ആൾക്കാർ പറയും ഇവര് തൽക്കാലം സിനിമയിൽ വേണ്ട എന്ന് വെച്ചാൽ ആയുഷ്കാലമായിട്ട് സിനിമയിൽ നിന്ന് മാറ്റാനല്ല, ഇവര് നല്ലൊരു ട്രീറ്റ്മെന്റിന് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരട്ടെ. അതായത് ഡി അഡിക്ഷൻ സെന്ററിൽ അത്രയും ഇതായിട്ട് വന്ന് ചെയ്യും എന്ന് ഉള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ഒരു അഷുറൻസ് കിട്ടിയാലല്ലേ നമുക്ക് പിന്നെ അവരായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും. കാരണം കൂടെ ഉണ്ടാവുന്നവർ, ഇപ്പം നമ്മൾ നേരത്തെ ഡെഡിക്കേഷനെ കുറിച്ച് പറഞ്ഞു, സിനിമ എന്ന് പറയുന്ന ഒരു മേഖല നമ്മൾ മറ്റേതൊരു മേഖലയും പോലെ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോകുന്നതല്ല, പ്യോർ പാഷന്റെ പുറത്ത് മാത്രമാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഓരോരുത്തരും എത്തുന്നത്. അപ്പൊ ഇത്തരത്തിൽ ലഹരിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തി ഇപ്പൊ സിനിമയിലേക്ക് എത്തുമ്പോൾ അത് അവരുടെ സറൗണ്ടിങ്ങിൽ തന്നെ അവർ കാണുകയും കേൾക്കുകയും അവരുടെ അടുത്ത് തന്നെ അവർ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പം അവർക്ക് അങ്ങേയറ്റം ഏറ്റവും വിഷമതയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്, ആ ഒരു സിനിമയുടെ ഉള്ളിലെ ആ ഒരു ഷൂട്ടിംഗ് സെറ്റ് തന്നെ. അപ്പൊ കൂടെയുള്ളവർക്ക് പോലും അങ്ങേയറ്റം എത്ര നമുക്ക് വളരെയധികം ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് അതിലുണ്ടാക്കുന്നത്. അപ്പൊ ശരിക്കും അത്രക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ അച്ചടക്ക നടപടിയായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും സിനിമയ്ക്കുള്ളിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പം എന്തായാലും ഇപ്പം നമ്മൾ ലഹരി മാഫിയെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ചില സിനിമകൾ കാണുമ്പം, ചില സീൻസ് കാണുമ്പം ഈ ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള സീൻസ് ഉണ്ടാവില്ലേ, ഓഫ് കോഴ്സ് ഒരു പക്ഷേ ആ ഒരു സിനിമ അത് വില്ലിംഗ് ആയിട്ട് ചെയ്യണം എന്നുണ്ടാവും, അല്ലെങ്കിൽ അതേസമയം തന്നെ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സീൻ ആയിരിക്കും. മീൻസ് അങ്ങനെ ഒരു സീന് നമ്മൾ സിനിമ വില്ലിംഗ് ആയിട്ട് ചെയ്യണമെന്നില്ല, നമുക്കത് വേണ്ടാന്ന് വെക്കാം. പക്ഷെ ഇതിന്റെ ഈ ഒരു സിനിമയുടെ പുറകിൽ ഇത്തരം സീനുകൾ കുത്തിക്കയറ്റുന്നതിൽ ലഹരി മാഫിയെ പിടിമുറുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടായിരുന്നു, അത് എത്രത്തോളം ശരിയാണ്? ഇത് എനിക്ക് വളരെ തമാശ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 1985 സിനിമയിലേക്ക് വന്ന ആളാണ്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ കുറെ നല്ല സിനിമകൾ ഉണ്ടായി, എന്റെ പ്രൊഡക്ഷനിൽ തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള അന്നുണ്ടായിരുന്ന സെഞ്ചുറി ആണെങ്കിലും സെൻട്രൽ പിക്ചേഴ്സ് ആണെങ്കിലും ജൂബിലി ആണെങ്കിലും എല്ലാം നല്ല ബാനേഴ്സും. അപ്പൊ എനിക്കൊക്കെ വഴികാട്ടികളായിട്ട് വന്നിരുന്ന ചന്ദ്രഹാര പ്രൊഡക്ഷൻസ്, ഭാർഗവി നിലയം പോലുള്ള പടം, അതേമാതിരി തന്നെ മറ്റേ തിരുമേനി പിക്ചേഴ്സ്, ഇങ്ങനെ കുറെ ആൾക്കാർ, ജയമാരുതി പ്രൊഡക്ഷൻസ്, വാസുവേട്ടൻ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഞങ്ങളുടെയൊക്കെ മുൻഗാമികളായിട്ടുണ്ടായിരുന്നവരെ പിന്തുടർന്നാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ കണ്ട ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നും പല കാര്യങ്ങളും കുത്തിക്കയറ്റാം സിനിമയില്, സാധാരണ ജനത്തിനെ ആസ്വദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഒരു റോങ് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് സിനിമയിലേക്ക് പ്രേക്ഷകരെ വരുത്തുവാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു സംഭവം അവൻ നടന്നിട്ടില്ല, മനസ്സിലായോ? സിനിമ ഒരു ഏറ്റവും വലിയ രസകരമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് ഒരു ക്വസ്റ്റനബിൾ എന്നോട് തിരിച്ചു പോയിക്കുന്നതാണ്. അല്ല, നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അല്ലേ സിൽക്ക് സ്മിതയും ഇതേമാതിരി സെക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടില്ലേ? ഞാനത് മാനസിക രോഗികളുടെ സിനിമയായിട്ടേ ഞാൻ കാണുള്ളൂ, മനസ്സിലായി? അത് തീർച്ചയായിട്ടും മാനസിക രോഗത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങുക. അത് സമൂഹമല്ല കണ്ടേക്കുന്നത്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജനമാണ് കണ്ടേക്കുന്നത്. അതിന് മുടക്കൽ മുതൽ ഇത്രേ ഉണ്ടാവുള്ളൂ. ആ മുടക്കു മുതലില് അത്രത്തിൽ ഒതുങ്ങുന്ന വിധത്തിലും അതിന് ലാഭം കിട്ടുന്ന വിധത്തിലും ആയിരിക്കാം. അത് അന്നത്തെ കാലത്ത് ഔട്ട് ഓഫ് കേരള വലിയൊരു ബിസിനസ് ആയിരുന്നു അങ്ങനെയുള്ള സിനിമകൾ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ റിനോൺഡ് പ്രൊഡ്യൂസേഴ്സ് മുഴുവൻ അങ്ങനത്തെ സിനിമകൾ എടുത്തു, ചെയ്തില്ലല്ലോ. പിന്നെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഈ ട്രെൻഡിന് പുറകെ സഞ്ചരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് പല ഡയറക്ടേഴ്സിനും പല പ്രൊഡ്യൂസേഴ്സിനും ഉണ്ടാവാം, റൈറ്റേഴ്സിനും ഉണ്ടാവും. അപ്പൊ ഇന്ന മാതിരി കാര്യങ്ങൾ സിനിമയിൽ കാണിച്ചാലേ ട്രെൻഡിന് പുറകെ ആവുള്ളൂ എന്നുള്ളൊരു മിഥ്യധാരണയാണ് ഇതിനൊക്കെ കാരണം. ബിക്കോസ് ദുഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഷ്ടൻ എല്ലാവിധ വൃത്തികേടും ചെയ്യണം, മനസ്സിലായോ? അതില് സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോക്കോൾഡ് ഈ പറഞ്ഞ രീതിയിലുള്ള സിനിമകൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കഴിവുള്ള ആക്ടേഴ്സും ഈ ഡയറക്ടേഴ്സും ഒക്കെ ചെയ്തു. അത് സക്സസിന്റെ ഫോർമുലയിൽ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പേരെടുത്ത് പറയണത് ശരിയല്ല, കുറച്ച് സിനിമകൾ അങ്ങനെ ഒക്കെ ഈ പറഞ്ഞ സക്സസ് ഫോർമുലയിൽ ജീവിക്കുന്ന കുറെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ അതിൽ വന്നു. അതൊരു ഈ പറഞ്ഞ മാതിരി ലഹരി ഉപയോഗം കൊണ്ട് തെറിച്ചു നടക്കുന്ന വിധത്തിലുള്ള ഈ പറയണ എന്താ പറയാ
ഒരു അബ്നോമാലിറ്റിയിൽ കൂടെ അഭിനയിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് ചെറുപ്പക്കാർക്ക് ഇഷ്ടമായിരിക്കാം. അതായത് അപ്പൊ ഞാൻ പറഞ്ഞത് ട്രെൻഡിന് പുറകെ സഞ്ചരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുള്ള സീക്വൻസസ് ഉണ്ടാകുക. അതിന്റെയൊക്കെ ഹൈറ്റ്സ് ആണ് ചില പടങ്ങൾ ഈ സമയത്ത് വന്ന ഇത് വയലൻസിന്റെ മാക്സിമം. അത് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറൊന്നും അല്ല ഇതിൽ കാര്യം. അപ്പൊ അത് ഈ ഞാൻ പറഞ്ഞ കള്ളനോട്ടടിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ ഒരു സംസാര ഇതിൽ പറയുന്നതാണ് ഞാൻ പറഞ്ഞ നമുക്കൊരു ബിസിനസ്സും സക്സസ് ആയില്ല, എന്നാ കുറച്ച് കള്ളനോട്ടടിക്കാം എന്ന് പറയുന്ന ഇതിനോട് അല്ല. സിനിമയായിട്ടോ നല്ലൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലവർക്ക്. അതിന്റെ ഒരു എന്താ പറയാ ഈ പറഞ്ഞ കഴിവില്ലായ്മയാണ്. അത് എളുപ്പ വഴി കൂടെ കാശുണ്ടാക്കുക എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിൽക്ക് സ്മിതേനെയും അല്ലെങ്കിൽ വേറെ കുറെ സെക്സ് ബോംബ്സിനെയും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഏറെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അത് ഇതെല്ലാം മാനസിക വൈകല്യങ്ങളാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇപ്പം സിനിമയുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയോടല്ല, മറിച്ച് നമ്മുടെ ബോക്സ് ഓഫീസിനോട് മാത്രമായിട്ട് തീർന്നിരിക്കുകയാണ്. അല്ല, ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എളുപ്പവഴിയിൽ കാശുണ്ടാക്കുക എന്ന് പറയുന്നതാണ് ബോക്സ് ഓഫീസ്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്റെ മരണശേഷവും എന്റെ ബാനറും എന്റെ സിനിമകളും ജനങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇതാണ് എന്നെ പോലുള്ള ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രൊഡ്യൂസേഴ്സ് അല്ല. ഇന്ന് മഞ്ഞിലാസ് എന്ന് പറയുന്നവര്, ടി കെ പരീക്കുട്ടി എന്ന് പറയുന്നവര്, ജൂബിലി, സെഞ്ചുറി, അന്നുണ്ടായിരുന്ന തിരുമേനി പിക്ചേഴ്സ്, കൈമള്, അതേമാതിരി തന്നെ ടി വാസുദേവൻ സാർ, ഇവരൊക്കെ ഞങ്ങളുടെ മുമ്പിലുള്ള കാലം അവരുടെ സിനിമകൾ, മഞ്ഞിലാസിന്റെ സിനിമകളൊക്കെ ഇന്നും ഒരു ചരിത്ര പുസ്തകമാണ്. ഞങ്ങൾക്ക് ഒരു സ്റ്റഡിക്ക് വേണ്ടി അല്ലെ കുട്ടികൾ കാണേണ്ട സിനിമകളും അതെങ്ങനെയാണ് ആ സിനിമ ക്രിയേറ്റ് ചെയ്തത്, അതിന്റെ സബ്ജക്ട് വാല്യൂ എന്താണ്. പിന്നെ ഇതിന്റെ കൂട്ടിൽ വന്ന സംവിധായകരാണ് ഭരതേട്ടനും പപ്പേട്ടനും കാര്യങ്ങളൊക്കെ. അവരൊന്നും ഇങ്ങനെയൊന്നും അല്ല സിനിമ ഉണ്ടാക്കിയിരുന്നത്. സിനിമയുടെ കണ്ടന്റിൽ നിന്ന് സിനിമ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അതിൽ ചിലപ്പം ഒരു ഇമാജിനറി ലെവലില് ചിലപ്പോൾ സെക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സോ അല്ലെങ്കിൽ സെക്സ് ഓറിയന്റഡ് ഡ്രസ്സിങ്ങോ അതൊക്കെ ആ സിനിമക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന രീതിയും ഇത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതിരിയാണ് ഇപ്പൊ ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന രീതി സിനിമയിൽ കാണിക്കുന്നത്. എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് യങ്സ്റ്റേഴ്സ് വഴിതെറ്റി പോകുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ചുരുട്ടി മറ്റേ ഇത് പൊടിമാരി നേരത്തെ ഇട്ടിട്ട് അതിന്റെ ചുരുട്ടി വലിക്കുക എന്നുള്ള സംഭവം അത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾക്ക് അത് തീർച്ചയായിട്ടും അതൊന്ന് അനുകരിച്ചാൽ എന്ത് എന്ന് അവർക്ക് തോന്നും. ഇൻഫ്ലുവൻസിങ് ആണല്ലോ കൊടുത്തോണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസിങ് ആണ്. ദാറ്റ് ഈസ് റോങ്. പർട്ടിക്കുലർലി ഇപ്പൊ ഫിലിം ഒരു എന്റർടൈൻമെന്റ് മാധ്യമം കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ തീർച്ചയായിട്ടും. നിങ്ങൾക്ക് പുറകിലും നമുക്ക് ഈ സിനിമയും അതുപോലെ തന്നെ ലഹരിയും ഒക്കെയാണ് വില്ലന്മാരായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതെന്ന് വെച്ചാല് ഈ എപ്പോഴും ഒരു ചീത്ത വശമാണ് എപ്പോഴും പ്രൊജക്റ്റഡ് ആയിട്ട് ആൾക്കാരുടെ മനസ്സിൽ കയറുക, നല്ല വശങ്ങളല്ല. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. ബിക്കോസ് എത്രയോ മനോഹരമായ സോങ്സ് സിനിമയിൽ കൂടെ വന്നിരിക്കുന്ന സോങ്സ് ഇന്നും നിലനിൽക്കുന്നത്. ഇളയരാജ സാറിന്റെ ആണെങ്കിലും എ ആർ റഹ്മാന്റെ ആണെങ്കിലും വിദ്യാസാഗറിന്റെ ആണെങ്കിലും നമ്മുടെ എൻ്റെ ഒക്കെ കാലഘട്ടത്തിന് മുമ്പുള്ള അർജൻ മാഷിന്റെ ആണെങ്കിലും അങ്ങനെ ഓരോ പ്രതിഭകളുടെയും ഈ സിനിമാ പാട്ടുകൾ ഇന്നും 2025 ഫേമസ് ആയിട്ട് പാടുന്നത് എന്തുകൊണ്ടിട്ടാണ്? ഇപ്പൊ നിങ്ങളെല്ലാം കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ഈ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അങ്ങനെ ഇഷ്ടംമാതിരി പ്രോഗ്രാംസ് ഉണ്ട്, മ്യൂസിക്കൽ പ്രോഗ്രാംസ്. ഇതിലൊക്കെ പാടുന്ന പാട്ട് ഏതാ? സ്വന്തമായിട്ട് ഈണം നൽകി, സ്വന്തമായിട്ട് ലിറിക്കൽ എഴുതി, സ്വന്തമായിട്ട് പാടുന്ന ഒരു പക്ഷിയല്ല കാണുന്നത്. സിനിമാ പാട്ടുകൾ അത് അന്നത്തെ ആൾക്കാർ, അതായത് ഈ പറഞ്ഞ 70s, 80s, 90s ഒക്കെ ഉണ്ടായ സിനിമകളിലെ പാട്ടുകൾ പാടിയിട്ടാണ് ഇത് കോമ്പറ്റീഷൻ നടത്തുന്നത്, ഇല്ലേ? അപ്പൊ സിനിമയിൽ കൂടെ നല്ല മെസ്സേജ് പകരം അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിനിമയിലെ സോങ്സ് എന്ന് പറയുന്നത്, പാട്ടുകൾ എന്ന് പറയുന്നത്, വരികൾ എന്ന് പറയുന്നത് കാലത്തിനും അതീതമായി സഞ്ചരിച്ചു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് എല്ലാരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. നല്ല കാര്യങ്ങൾ ലാസ്റ്റ് ചെയ്യും. ഈ തെറുത്ത് വലിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ മൂക്കിൽ വെച്ച് വലിക്കുന്നതും ഒക്കെ അത് ആ സിനിമകളോട് കൂടി തീർന്നു. പക്ഷെ അതൊരു സമൂഹത്തിനെ ഉദ്ദേശിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഇതിനെ വെച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പാരന്റിങ് ഒരു ലെവലില് ഇന്നത്തെ കുട്ടികൾക്ക്
ഒരിക്കലും ഒരു കൺട്രോൾ ഇല്ലാത്ത ജീവിതമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല. അതിന് സമയമില്ല. ശരിക്കും ഈ പറഞ്ഞ ഇപ്പൊ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഇവരെയൊക്കെ ഇവരുടെ പാരന്റ്സ് ഇവരെ പറ്റിയൊക്കെ പല ഇഷ്യൂസ് നടക്കുമ്പോഴത്തേക്ക് ആദ്യമേ ചെയ്യേണ്ട കൈകാലം കെട്ടി നേരെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ലൊരു കൗൺസിലിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇഷ്യൂ ഉണ്ടാവില്ല. അതിനെ അവർക്ക് മെനക്കെടാൻ പറ്റില്ല. ചിലപ്പം അവരുണ്ടാക്കുന്ന പൈസ ആയിരിക്കാം അതിന്റെ വാല്യൂ, പാരന്റ്സിനെ ഉദ്ദേശിച്ചതായിരിക്കാം വാല്യൂ, അല്ലെങ്കിൽ അദ്ദേഹം മേടിക്കുന്ന മമ്മൂട്ടി ഉപയോഗിക്കുന്ന കാറ്, മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറ് എന്നൊക്കെ പറഞ്ഞ് ഇവര് മേടിക്കാൻ ശ്രമിക്കുന്ന കാറുകളും ഇതൊക്കെ ആയിരിക്കും ഈ പാരന്റ്സിന്റെ ഇത് ഒരു സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ പാരന്റിങ് ഇല്ലാത്തതിന്റെ ദോഷങ്ങളാണ് ഇത് മുഴുവനും. ഓക്കെ. ഇപ്പൊ നമ്മുടെ സിനിമയില് ബാക്ക് ടു സിനിമയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നൊരു ഇഷ്യൂ ഷൈൻ ടൗൺ ചാക്കോ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് സിനിമയ്ക്കുള്ളിൽ തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്നു. ഇല്ല, എന്റെ അറിവിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ല. അത് അവരൊക്കെ തമ്മിൽ എന്തോ പറഞ്ഞു. അതായത് മറ്റേ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ കീഴിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റി പല ശുപാർശകളും ഹൈക്കോടതിയുടെ ഡയറക്ഷനൊക്കെ അനുസരിച്ചിട്ട് ഈ ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ചുണ്ടാക്കിയേക്കുന്ന ഒരു സമിതിയായിട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. മിസ്ബിഹേവിങ് എന്ന് പറയുന്ന ഒരു ആണിൽ നിന്ന് പെണ്ണിലേക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പെണ്ണുങ്ങളിൽ നിന്ന് ആണുങ്ങൾക്ക് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറെ അധികം എനിക്ക് സംസാരിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പം അത് കാരണം ആ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എല്ലാ സിനിമ ഷൂട്ടിംഗ് സെറ്റിലും അത് നിയമ പ്രാബല്യമുണ്ട്. ക്യാബിനറ്റ് പാസ്സാക്കിയ സാധനമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് ചെയ്തിട്ടുള്ളതാണ്. ഹൈക്കോർട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു സെക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് സെക്ടർ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണെങ്കിൽ അവരുടെ സ്ത്രീകൾക്ക് മാത്രമല്ല സിനിമയിലെ ആ സെറ്റിൽ ഒരു പടത്തിന് വെക്കുന്ന അതിനു വേണ്ടിയാണ് ആ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ചാ വിഷയമാണ്. അവിടെ കംപ്ലൈന്റ് ചെയ്യണം. അത് അവർ തെളിവെടുപ്പ് നടത്തണം. തെളിവെടുപ്പ് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടണം. അത് ലീഗലായിട്ട് പോകാനുള്ളതാണ്. ഞാൻ കാണുന്ന കാഴ്ചപ്പാട് അത് ലീഗാലിറ്റിയാണ്. അതായത് ലീഗലായിട്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണോ കോടതിയിൽ പോകണോ എന്തെന്ന് ആ പ്രൊഡ്യൂസറിനെ തീരുമാനിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. മനസ്സിലായി? അല്ലാതെ ആ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തന്നെ ഇത് ഈ കമ്മിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ജീവരന്യ ശിക്ഷക്കൊന്നും വിടാനുള്ള റൈറ്റ് ഒന്നുമില്ല. എന്റെ ഭാഗത്ത് പറയണ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്ന അവരെ മറ്റുള്ള സൈഡ് മാറ്റിവെക്കുക. മിസ്ബിഹേവ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് അല്ലാതെ ഇങ്ങനെയുള്ള രാസലഹരിയൊക്കെ ഉപയോഗിച്ച് വരുന്ന ഇങ്ങനെ സ്ഥിരം അതിലേക്ക് വരുന്ന ആൾക്കാരെ സിനിമയിൽ വേണ്ട എന്ന് വെക്കുകയല്ലേ അതിന്റെ പ്രതിവിധി. അതിനാരും ഒരു ഇതായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അത് വേണ്ട, അത്രയേ ഉള്ളൂ. എത്ര പേര് മരിച്ചു പോകുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന എത്രയോ ആർട്ടിസ്റ്റ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അവരില്ലാ സിനിമ നിൽക്കൂലേ? സിനിമ അങ്ങോട്ട് നടന്നു പോകും. അത് എന്റെ ഭാഷയിൽ. അപ്പൊ ഇവരില്ലാന്ന് വിചാരിച്ചാൽ നമ്മൾ സിനിമ എടുക്കണം. ബിക്കോസ് നായികന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരൊരു സമൂഹം ആരാധിക്കുന്ന തന്നെയാണ്. ബിക്കോസ് അതായത് ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ പുറകെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഈ ഫാൻസ് അസോസിയേഷൻ? അല്ല, അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ അവരൊരു മാതൃകാപരമായിട്ട് ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യണം എന്നാണല്ലോ. അല്ല, അത് ഓരോ ഇൻഡിവിജ്വാലിറ്റിനെ ഉദ്ദേശിച്ചിട്ടാണ്. ആ എന്ത് ഫാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവരെ ആൾക്കാർ അംഗീകരിക്കണമെങ്കിൽ ആ അംഗീകാരത്തോടു കൂടി അത് ഒരു നല്ല എന്താ പറയാ ഒരു വടിക്കോളുടെ ഒരു നമ്മൾ പറയില്ലേ സ്പോർട്സ്മാൻ എന്ന് പറയുന്നത്, അത് ആ ഒരു ലെവലിൽ ആൾക്കാരോട് ബിഹേവ് ചെയ്ത് കാണിച്ചാലേ അവരെ അഡോപ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായ? അങ്ങനെയാണ് ജനപ്രീതി നേടുന്നത്. അല്ലാതെ ഇതേമാതിരി കാണിച്ചല്ല ജനപ്രീതി നേടുന്നത്. അപ്പൊ നാച്ചുറലി അത് തിരിച്ചറിവില്ല. അതാണ് അതിന്റെ കാര്യം. ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഇപ്പൊ ഒരു പുതിയൊരു സിനിമ എടുക്കാൻ പോവുകയാണ് വീണ്ടും. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും ഇത്തരം ലഹരിക്കെതിരെ നിങ്ങൾ പോരാടാൻ പോകുന്നത്? അല്ലെങ്കിൽ അല്ല, പോരാടാൻ പോകുന്ന വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇപ്പൊ എനിക്ക് ഇതുവരെ ആ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇത്രയും പടങ്ങൾ ഞാൻ എടുത്തു, അങ്ങനെ ലഹരിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല. ബിക്കോസ് ഞങ്ങളൊരു ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മുടെ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി ഇരുന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും കൂടി ഇരുന്നിട്ട് ഞങ്ങളുടെ അടുത്തൊരു സ്റ്റോറി ഡിസ്കഷനും കാര്യം കഴിഞ്ഞിട്ട് ആരെ കാസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പം ആ കൂട്ടത്തിൽ ഒരാൾ പറയും അയാള് വെള്ളമാണ് കേട്ടോ.
ആള് വന്നു കഴിഞ്ഞാൽ വരെ നന്നായിട്ട് അഭിനയിക്കും, കാര്യങ്ങൾ ചെയ്യും. പക്ഷെ വെള്ളവും ആൾക്ക് 10 മണി കഴിഞ്ഞാല് തല പൊങ്ങുള്ളൂ. അന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് വേണ്ടാന്ന് വെക്കാനുള്ള മനസ്ഥിതി ഞാൻ കാണിക്കണം, പ്രൊഡ്യൂസറായ ഞാൻ കാണിക്കണം. അന്ന് ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം അത് ആക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായ? അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാളുടെ വില എന്താണെന്ന് അറിയാതെയാണ് ഇപ്പൊ സിനിമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.